എന്താണ് കളക്റ്റീവ് പണിഷ്മെന്റ്? ഒരു കുറ്റത്തിന് ശിക്ഷ കൊടുക്കുമ്പോൾ ആ വ്യക്തി ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിനെ മുഴുവൻ ശിക്ഷിക്കുക. അത് ഭീകരമാണ്, അത് അനീതിയാണ്, അതൊരു എന്താ പറയുക, അത് പഴയ ഗോത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. മതനീതിയാണ്, കാട്ടുനീതിയാണ്, രണ്ടും ഒന്ന് തന്നെ. സോ അതുകൊണ്ടാണ് നമ്മൾ പാലസ്തീനിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അവിടുത്തെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾക്കും ശിക്ഷ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടുത്തെ ഈ മരണസംഖ്യ വരുമ്പോൾ കളക്റ്റീവ് പണിഷ്മെൻറ്റിനെതിരെ ശബ്ദിക്കുന്നത്. തീർച്ചയായിട്ടും ഹമാസ് ചെയ്തതും അത് തന്നെയാണ്. അതിർത്തി ലംഘിച്ചുകൊണ്ട് ഒരു ദിവസം രാവിലെ കിടക്കപ്പായിൽ നിന്ന് ആളുകൾ എടുത്തുകൊണ്ട് പോവുകയാണ്. നോക്കൂ, നമ്മൾ കിടക്കുമ്പോൾ അതിരാവിലെ കിടക്കുന്ന പായിൽ നിന്ന് നമ്മളെ പൊക്കി എടുത്തുകൊണ്ട് പല്ല് പോലും തേച്ചിട്ടില്ല കൊണ്ടുവന്ന് വല്ല ടണലിലും കുഴിയിലും ഒക്കെ കൊണ്ടുവന്ന് തള്ളുക. 15 മാസം. ഇത് എന്തിനാണ്? യഥാർത്ഥത്തിൽ ഈ പറയുന്ന വ്യക്തികൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ സൈന്യമായിട്ട് പരസ്പരം ഏറ്റുകൊള്ളും. അതിനൊരു നിയമമുണ്ട്. ഇതാണ് കളക്റ്റീവ് പണിഷ്മെന്റിന്റെ പ്രശ്നം. ഹമാസ് 2 രീതിയിലും കളക്റ്റീവ് പണിഷ്മെന്റ് നടന്നു. ഒന്ന്, അവർ ഇസ്രായേലികളെ കൊന്നു. 2, അവർ പാലസ്തീനികളെ കൊന്നു. ഒന്ന്, അവർ ഇസ്രായേൽ കത്തിച്ചു. 2, അവർ ഗാസ കത്തിച്ചു. വേറെ ഒരു ഉത്തരവാദി അതിനകത്തില്ല.